ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹിമപ്പെടട്ടെ. കർത്താവിൽ എത്രയും പ്രിയപ്പെട്ടവരെ, ഒരു ഈസ്റ്ററിൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഈസ്റ്ററിൻ്റെ സന്ദേശം സഭയ്ക്ക് ദൈവം നൽകിയ ഒരു വലിയ വരദാനമാണ്. അത് അറിയിക്കുന്നതും പ്രസംഗിക്കുന്നതുമാണ് സഭയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ശ്ലീഹന്മാർ ഈശോ മിശിഹായുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് വളരെ ശക്തിയോടുകൂടെ പ്രസംഗിച്ചു വന്നു. ക്രൈസ്റ്റ് ഈസ് റിസൺ. എന്നും എപ്പോഴും എവിടേക്കുമുള്ള ക്രിസ്തു സന്ദേശമാണ് യേശുവിൻ്റെ ഉയർപ്പ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. വചനം അതങ്ങ് നിഷ്കർഷിക്കുന്നു. ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം. ഈ വലിയ ദൈവിക കോപത്തിൽ നിന്ന് മനുഷ്യനെ അല്ല, ദൈവത്തിൻ്റെ സകല സൃഷ്ടികളെ വിടുവിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ക്രൂശും മരണവും ഖബറടക്കവും ഉയർത്തെഴുന്നേൽപ്പും. ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ട ഒന്നാണ് അത്. ക്രിസ്തു ഉയർത്തിരിക്കുന്നു. അപ്പോസ്തലൻ വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ നമ്മളെ പഠിപ്പിക്കുന്നു: ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. ഓരോ ദിവസവും ലോകത്തിൽ എത്ര പ്രസംഗങ്ങളാണ് നടക്കുന്നത്. ഈ വചനത്തെ അധിഷ്ഠിതമാക്കി കോടാനുകോടി പ്രസംഗങ്ങളാണ് നടക്കുന്നത്. മാറ്റമില്ലാത്ത വചനം, ഒരു വിശ്വാസം, ഒരു പ്രത്യാശ, ഒരു സന്ദേശം. ക്രിസ്തു ഉയർത്തിരിക്കുന്നു. മനുഷ്യനെ പോലെ ജനിച്ച്, മനുഷ്യനെ പോലെ ജീവിച്ച്, മനുഷ്യനെ പോലെ മരിച്ച് മനുഷ്യമക്കൾക്കെല്ലാം ജീവൻ്റെ സന്ദേശവും ജീവൻ്റെ തുടിപ്പും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും തരുന്നു. അധ്യാപകരെ പഠിപ്പിക്കാൻ വേണ്ടി, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാര്യം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. ശിഷ്യന്മാരെ ശ്രദ്ധയോടുകൂടെ കേൾക്കും. അതുപോലെ തന്നെയാണ് പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ യേശു ഒരു ശവം നോക്കിയിരുന്നു. തൻ്റെ സ്നേഹിതനായ ലാസർ രോഗി എന്ന് അറിഞ്ഞിട്ട് ലാസറിൻ്റെ മരണത്തിന് വേണ്ടി യേശു നോക്കിയിരുന്നത് പോലെ തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. ലാസർ നിദ്ര പ്രാപിച്ചു എന്ന് യേശു പറയുമ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള ഉറക്കമല്ല, അതൊരു നിദ്ര തന്നെയാണ്. എന്നേക്കുമുള്ള നിദ്രയാണെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ട് ആ കല്ലറയിൽ ചെന്നിട്ട് സഹോദരിമാരോട് പറയുന്നു: ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നതിന് ആരും ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? മാർത്തയോട് കർത്താവ് ചോദിച്ച ചോദ്യമാണ്. നീ ഇത് വിശ്വസിക്കുന്നുവോ? ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടുമുള്ള കർത്താവിൻ്റെ ചോദ്യമാണ്: നീ ഇത് വിശ്വസിക്കുന്നുവോ? ഞാനാണ് പുനരുത്ഥാനം, എന്നിൽ വിശ്വസിക്കുന്ന എന്നാളും ജീവിക്കും. ഇതാണ് രക്ഷയുടെ മാർഗം, ജീവൻ്റെ സുവിശേഷവും. ഇത് പറയാൻ വേണ്ടിയാണ് ദൈവം ലോകത്തിൽ സഭയെ ആക്കിയിരിക്കുന്നത്, വൈദികരെ ആക്കിയിരിക്കുന്നത്, മേൽപ്പെട്ടക്കാരെ ആക്കിയിരിക്കുന്നത്, സുവിശേഷകരെ ആക്കിയിരിക്കുന്നത്, വിശ്വാസ സമൂഹത്തെ ആക്കിയിരിക്കുന്നത്. നീ നിൻ്റെ പാപത്തിൽ മരിച്ചാലും നിന്നെ ഉയർപ്പിക്കാൻ ശക്തിയുള്ളവൻ നിൻ്റെ കൂടെയുണ്ട്. ചോദിക്കാതെ കിട്ടിയതാണ് ഈ ജന്മം. എന്നാൽ വിശ്വസിച്ച് ലഭ്യമാകേണ്ട ഒന്നാണ് നിത്യജീവൻ. യേശു തന്നെ രക്ഷകൻ എന്ന് നാം പറയുമ്പോൾ പാപത്തിൽ നിന്നും അതിൻ്റെ കോൺസിക്വൻസായ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നവനായ ദൈവം. ഇത് പറയാൻ നാം വളരെ കടപ്പെട്ടതാണ്. പാപത്തിൽ മരിക്കുന്ന അനേകരുണ്ട്, പാപഭാരത്തിൽ ജീവിക്കുന്ന അനേകരുണ്ട്, ജീവന് തടസ്സമായി നിൽക്കുന്ന അനേകരുണ്ട്. ജീവൻ ഹനിക്കപ്പെടുന്ന ചുറ്റുപാടുകൾ നാം ജീവിക്കുകയും ചെയ്യുന്നു. അവർക്കൊക്കെയുള്ള സദ്വർത്തമാനമാണ് നീ നിൻ്റെ പാപത്തിൽ മരിക്കുകയില്ല എന്നത്. അതിനുവേണ്ടി നാം കടപ്പെട്ടവരാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമായിട്ടാണ് ഈ സന്ദേശം പുറത്തുവിടുന്നത്, അറിയിക്കുന്ന ഒരു ഭാരമില്ല. അപ്പോസ്തലൻ എത്ര പ്രാഗൽഭ്യത്തോടുകൂടി വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നത്: സുവിശേഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇതേതൊരു ക്രിസ്ത്യാനിയുടെയും ഭാരവും വേദനയുമായിരിക്കണം. സുവിശേഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. മകനെ, നീ നിൻ്റെ പാപത്തിൽ മരിക്കുകയില്ല. കർത്താവിനോട് നിൻ്റെ കുറവുകൾ ഏറ്റു പറയുക, നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിക്കുക. അപ്പോൾ ദൈവം തരുന്ന ഗിഫ്റ്റാണ് ജീവൻ. ദൈവം തരുന്ന ഗിഫ്റ്റാണ് പാപക്ഷമ. ദൈവം തരുന്ന ഗിഫ്റ്റാണ് നിത്യജീവൻ, ഇറ്റേണിറ്റി. മരണമുള്ള നമുക്ക് മരണമാകുന്ന വാതിലിലൂടെ പുതിയ ജീവനിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് എല്ലാം ക്രമപ്പെടുത്തി തന്നിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ദൈവരാജ്യത്തിൻ്റെ പ്രജകളായിരിക്കാനും ദൈവത്തെ അംഗീകരിപ്പാൻ കഴിയും. പല ഭാഗത്തെ കള്ളൻ എന്ന് നാം വിളിക്കുന്ന അദ്ദേഹം കുമ്പസാരത്തിൽ എന്നും നാം കൂട്ടുപിടിക്കുന്ന ഈ മനുഷ്യൻ
യേശുവിൻ്റെ രാജാവ് എന്നുള്ള നിലയിലും രാജ്യത്വത്തിലും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ജീവൻ്റെ അവസ്ഥയിലേക്കുള്ള പ്രവേശനം. കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ. യേശു രാജാവാകുന്നുവെന്നും എല്ലാത്തിൻ്റെ അധിപനെന്നും ജീവൻ്റെ ദാതാവെന്നും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന വലിയ സമ്മാനമാണ് ജീവൻ്റെ തുടിപ്പ്. അതുകൊണ്ട് ഈ പുനരുത്ഥാന നാളിൽ നമുക്ക് സന്തോഷിച്ച് ആർത്തുല്ലസിക്കാം. ഞാൻ മരിക്കില്ല, പാപത്തിൽ നിന്ന് ദൈവം എനിക്ക് രക്ഷ തന്നിരിക്കുന്നു. ജീവൻ്റെ തുടിപ്പുമായി ഞാൻ ഉയരും, വളരും, നിലനിൽക്കും, മരിക്കാത്തൊരനുഭവത്തിലേക്ക് പ്രവേശിക്കും. ഈ ഒരു വലിയ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ പെട്ടെന്ന് സാധിച്ചില്ല. ഒരു മരണം, അത് നിന്ദ്യമായൊരു മരണം. പാപത്തിൻ്റെ ഭീകരത അത്ര വലുതാണ്. ക്രിസ്തോസ്റ്റം തിരുമേനി സാധാരണ പറയും, ജനത്തോട് ഇഴുകിച്ചേരുക ആണ് ഏറ്റവും വലിയ പ്രയാസം. ദനഹാ പെരുന്നാളിൽ കർത്താവ് തൻ്റെ സൃഷ്ടിയോടും പാപമുള്ള സമൂഹത്തോടും ചേർന്ന് നിന്ന വലിയൊരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. ക്രൂശീകരണത്തെക്കാൾ വലിയ ദണ്ഡനമുള്ളതാണ് ആ ഇഴുകിച്ചേരൽ. പാപമൊഴികെ നമ്മൾ ഒരുവനെ പോലെ മനുഷ്യനായിത്തീർന്ന് മനുഷ്യൻ്റെ പാപം മുഴുവൻ തൻ്റെ മേൽ വഹിച്ച് പിതാവാൻ ദൈവത്തിൻ്റെ സുഗ്രാഹ്യമായ ഒരു ബലിയായി തീർന്ന കർത്താവിൻ്റെ ഈ വലിയ സഹനം, മരണം, അതെൻ്റെ പേർക്ക് എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം കൊടുക്കുന്ന നിത്യജീവൻ്റെ അനുഭവമാണ് ഉയർപ്പ് പെരുന്നാളിൻ്റെ പ്രധാന സന്ദേശം. നമുക്കത് മനസ്സിലാക്കി നാം മറ്റാരും മരിക്കാതിരിക്കാൻ വേണ്ടി അവരോടും ഈ സദ്വർത്തമാനം പങ്കിടാം. അങ്ങനെ സുവിശേഷിക്കുന്ന ഒരു സമൂഹമായി നിത്യജീവൻ്റെ അടയാളമായി അച്ചാരവുമായി നമുക്ക് തന്ന ഉയർപ്പിൻ്റെ സന്ദേശം ലോകത്തോട് പറയുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. അത് തീവ്രതയോടുകൂടി നിർവഹിപ്പാൻ വൈദികരെ, സുവിശേഷകരെ, സന്യസ്തരെ, മേൽപ്പെട്ടക്കാരെ നമുക്ക് കഴിയണം. അതിനുള്ള ഉറച്ച ശബ്ദത്തോടുകൂടി നമുക്ക് ഒന്നായി നിൽക്കാം. വിഭജിക്കപ്പെട്ട സഭയ്ക്ക് ലോകത്തോടൊന്നും പറയാനായിട്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിലും ഐക്യത്തിൽ നിന്നുകൊണ്ട് യേശു തന്നെ കർത്താവ്, യേശു തന്നെ രക്ഷകൻ, യേശു തന്നെ ദൈവം എന്ന ഉച്ചസ്ഥരം പ്രഘോഷിപ്പാൻ ഈ ഉയർപ്പ് നാൾ നമുക്ക് കഴിയട്ടെ. പാപപങ്കിലമായി ലോകത്തെ വീണ്ടെടുക്കുന്ന ദൈവിക പദ്ധതിയിൽ നമുക്ക് പങ്കുചേരാം. ക്രൈസ്റ്റ് ഈസ് റിസൺ. യേശു ഉയർത്തിരിക്കുന്നു. ആ ഉയർപ്പിന് സന്തോഷം കൊണ്ട് നിറഞ്ഞവരായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.